നമുക്കിന്ന് ഒരു പട്ട സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് എടുക്കുന്നത്. ബ്ലൗസിൻ്റെ പട്ട 4 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 5 പീസ് വരെ എടുക്കാം. ഇതിപ്പോൾ ബ്ലൗസിൻ്റെ പീസ് 2 എണ്ണം, നല്ല പീസും ഇതാ 4 പീസുണ്ട്. നമ്മൾ നല്ല പീസിൻ്റെ വശത്ത് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എടുത്ത് വെച്ച പട്ട ആ നല്ല പീസിനെ അവിടെ നിന്ന് മറിച്ച് ഇപ്പുറത്ത് വശത്തോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. എല്ലാ തുണിയും ഒന്നുപോലെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യണം. ഒരു 1/4 ഇഞ്ച് വീതി വിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് നമ്മുടെ ബ്ലൗസിൻ്റെ പീസിൽ തട്ടാതെ തൊട്ടിപ്പുറത്തെ പീസിൽ വേണം നമ്മൾ പതിച്ചടിക്കാൻ. ബ്ലൗസിൻ്റെ പീസ് മാറ്റി വെച്ചിട്ട് തൊട്ടിപ്പുറത്തെ പീസിൽ നമ്മൾ പതിച്ചടിക്കണം. ബ്ലൗസിൻ്റെ പീസിലാക്കാതെ പതിച്ചടിക്കണം. എന്നിട്ട് നേരെ എടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തൂടെ സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ വരച്ച മാർക്ക് ചെയ്ത വശം ഫ്രണ്ടിൽ തന്നെ വരണം. എന്നിട്ട് മിച്ചം വരുന്നതിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. തുണിയിൽ കൊള്ളാതെ വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. അത് നമ്മൾ ബ്ലൗസിൻ്റെ പീസുമായിട്ട് യോജിപ്പിക്കാം. ഈ ടക്കിനെ നമ്മൾ മടക്കി കൊടുക്കണം അവിടെ ചെറുതായിട്ട്. രണ്ട് സ്റ്റിച്ച് ഇടണം. 2 സ്റ്റിച്ച് ഇട്ടാൽ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ നല്ല പീസ് മുകളിൽ വയ്ക്കണം. അത് തുണിയുടെ ഒരു പീസ് അടിയിലും വരണം. എന്നിട്ട് നല്ല പീസിൽ നമ്മൾ മാർക്ക് ചെയ്യണം. ആ മാർക്ക് ചെയ്ത പീസിനെ നമ്മൾ ബാക്കിലോട്ട് എടുക്കണം. ഇതാ ഇങ്ങനെ വച്ചിട്ട് ഇതിനിവിടെ നിന്ന് ഇങ്ങനെ പഠിച്ച് ബാക്കിലോട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് എല്ലാ പീസും ഒരുമിച്ച് ജോയിൻ്റ് ചെയ്ത് എല്ലാ പീസും ഒരുമിച്ച് പിടിക്കുക. പിടിച്ചതിന് ശേഷം 1/4 ഇഞ്ച് വീതി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ബ്ലൗസിൻ്റെ പീസിൽ ആകാതെ തൊട്ടിപ്പുറത്ത് നമ്മൾ കട്ടിങ് ഇതാ കണ്ടോ, ഇവിടെ വേണം പതിച്ചടിക്കാൻ. ബ്ലൗസിൻ്റെ തുണിയുടെ പീസിൽ കൊള്ളരുത്, ഇപ്പുറത്തെ പീസ് പതിച്ചടിക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത പീസ് ഫ്രണ്ടിൽ വരണം. ഇതാ കണ്ടോ, ഞാൻ മാർക്ക് ചെയ്ത പീസ് ഫ്രണ്ടിൽ വന്നു. എന്നിട്ട് ആ പീസ് പിടിച്ച് നേരെ വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, നമ്മൾ പതിച്ചടിച്ച വശം ബാക്കിൽ വരണം. മിച്ചം വരുന്നത് നമ്മൾ വെട്ടി മാറ്റണം.